ഹണി എന്ന് പറയുന്നത് ഇപ്പോൾ ഇനോഗ്രൽ ഫംഗ്ഷന് പോകുമ്പോൾ ഒരു ടോപ്പ് ഫിഗറാണ്, ഇതുപോലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, അപ്പോൾ യു ആർ പ്രൊട്ടക്റ്റഡ്. പക്ഷേ അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ആ പേടിക്കേണ്ടതായ ഒരു സാഹചര്യം, പേടിക്കേണ്ടതായ ഒരു സാഹചര്യം എവിടെയില്ല, സിനിമ ഇൻഡസ്ട്രിയിലുമില്ല. അത് അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പേടിക്കേണ്ടതായ എന്ത് സാഹചര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഫിസിക്കലി വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നാലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ വളരെ വിരളമായിട്ടേ കേട്ടിട്ടുള്ളൂ അല്ലേ, ഇൻഡസ്ട്രിയിൽ അത്രയും നമ്മൾ കേട്ടിട്ടില്ല. അതല്ലാതെ ഒന്നും നമുക്കൊരു ഫോൺ, എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്നത് ഒരു ഫോൺ കോളിലായിരിക്കും ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നേരിൽ മുമ്പിൽ നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. നമുക്കതിന് മറുപടി പറയാൻ പറ്റുമല്ലോ, ഇല്ലേ? വ്യക്തമായി നമുക്ക് മറുപടി പറയാൻ പറ്റും. പിന്നെ ആ മനുഷ്യൻ ആ ഭാഗത്തേക്ക് വരില്ല. പക്ഷെ നിങ്ങൾക്ക് ആ വരുന്ന ഓപ്പർച്യൂണിറ്റി അവിടെ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഈ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിൽ അവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ടാവും. അതായത് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത കാര്യം തന്നെയാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അതുണ്ടായിരുന്നു എന്ന് ഞാൻ പറയേണ്ട ഒരു സിറ്റുവേഷൻ. നമ്മളെപ്പോഴും ഒരു പുതിയ ആളായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പോഴായിരിക്കും ഈ ചൂഷണം ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അത് ഞാൻ കേട്ടേക്കുന്നത്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നതും വെർബലിയുള്ള ഫോൺ കോളുകൾ വഴിയുള്ള സംസാരത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. അത് നമ്മളതിന് മറുപടി പറയുമ്പോൾ അതവിടെ നിൽക്കുകയും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ പടത്തിലേക്ക് നമ്മളെ വിളിക്കില്ല, ഓർ ആ വ്യക്തിയുടെ പടങ്ങളിലേക്ക് പിന്നെ നമ്മളെ വിളിക്കില്ല. അതൊരു റിയാലിറ്റി തന്നെയാണ്. പക്ഷെ അതിന് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനുള്ള പ്രതികരണം കൊടുക്കാമെന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് അതിന് ചെയ്യാനില്ല. അപ്പം കാസ്റ്റിംഗ് കൗച്ചിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടും ഏറ്റവും വൃത്തികെട്ട ഒരു കാര്യവും, നമ്മളൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലേ വർക്കുള്ളൂ എന്നുള്ളൊരു സാധനം അവിടെ വരുന്നുണ്ട്. നിങ്ങൾ അതിന് എതിർത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു വർക്കിലേക്ക് നിങ്ങളെ വിളിക്കില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അത് ഫൈറ്റ് ചെയ്യണം. ചിലപ്പം ഒരു മെയിൽ ആക്ടർ ആണെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. ധൈര്യമായിട്ട് ഒരു പടം കമ്മിറ്റ് ചെയ്യാം, കൂളായിട്ട് പോയി വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ചൂഷണം അവർ നേരിടേണ്ടി വരില്ല. അങ്ങനെ ഒരു ഡെഫിനറ്റ്ലി ആ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്.